ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് വരാം എന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഇതാണ് നിങ്ങളുടെ റിയാലിറ്റി എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം റിയൽ ആണ്, അത് റിയൽ തന്നെയാണ്. ഇത് ആരൊക്കെ ഡിനൈ ചെയ്താലും ഇത് റിയൽ തന്നെയാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക. ആ റിയാലിറ്റി ഈ ഒരു നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ച് വളർന്നു വന്നു, അല്ലെങ്കിൽ നിങ്ങൾ റെസിപ്രോക്കേറ്റ് ചെയ്ത് പഠിച്ചത് പോലും, നിങ്ങളുടെ കണ്ടീഷനിങ് പോലും ഇത്തരം ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ അടുത്ത് നിന്നാണ് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ആ റിയാലിറ്റി നിങ്ങൾ ഉൾക്കൊള്ളുകയും ആ റിയാലിറ്റിയെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. അതിനാദ്യം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാവുന്നതാണ്. ഇത്തരം വീഡിയോസ് നിങ്ങളെ അതിനെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ വീഡിയോസ് കാണിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ വീഡിയോ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങളൊരു നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിം ആണെന്നും നിങ്ങളുടെ പാരൻസ് ഇങ്ങനെയുള്ള ആളാണെന്നും മനസ്സിലാക്കുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് ബൗണ്ടറി സെറ്റിംഗ് എന്നുള്ളതാണ്. പ്രാക്ടീസ് എന്ന് പറയുന്ന വാക്ക് ഇവിടുത്തെ കീവേഡാണ്. എന്തുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഈ ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നാർസിസ്റ്റിക് വിക്ടിംസിന് മാത്രമല്ല എല്ലാവർക്കും പൊതുവേ പറയുന്നൊരു കാര്യമാണ് ചെയ്യാനായിട്ട്. മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും അനുഭവിക്കുന്നവർക്ക് ബൗണ്ടറി സെറ്റിങ്സ് പറയാറുണ്ട്. പക്ഷേ ബൗണ്ടറി സെറ്റിങ്സ് കൃത്യമായിട്ട് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ആദ്യം തുടങ്ങാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് നോ പറഞ്ഞ് ശീലിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരിടത്തേക്ക് പോകില്ല എന്നുള്ളത് നോ എന്ന് പറഞ്ഞ് ശീലിക്കുക. ഒരു നോ കൊണ്ട് നിർത്തുക. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വഴിയോ വോയിസ് നോട്ട് വഴിയോ ഈ നോ എന്ന് പറയുന്നത് എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഡീവാല്യൂ ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട് കുറച്ച് വരുന്നതും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാമല്ലോ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അച്ഛനും അമ്മയല്ലേ, അവർ ഇത്രയല്ലേ, അവിടെ അടുത്ത് തന്നെ തിരിച്ചു പോകണം എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് അവരെ നമ്മുടെ കൂടെ നിർത്തിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. അങ്ങനെ നമ്മളെ പറഞ്ഞാൽ മനസ്സിലാവുന്ന, നമ്മളായി ഉൾക്കൊള്ളുന്ന, നമ്മുടെ വേദനകളെ എമ്പതറ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളോട് മാത്രം നിങ്ങളുടെ കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക. മറ്റുള്ള ആൾക്കാരിൽ നിന്നും കോണ്ടാക്ട് കുറച്ച് കൊണ്ടുവരിക. ഇത് ഓരോന്നോരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് ഐ വോണ്ട് കം ദെയർ ഇഫ് ഐ ഫീൽ ഡ്രെയിൻഡ് ഓർ ഇഫ് ഐ ഫീൽ ഇൻവാലിഡേറ്റഡ് ഐ നെവർ ഗോ ടു ദാറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്, എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതും പ്രാക്ടീസ് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, ബൗണ്ടറീസ് നിങ്ങളുടെ വെൽബീയിങ്ങിന് ഏറ്റവും അത്യാവശ്യമുള്ള വേണ്ട കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസ്, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത പേഴ്സണൽ സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് വരുമ്പോഴും നിങ്ങൾ കോണ്ടാക്ട്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വന്ന് നിങ്ങൾ ഇരിക്കുന്ന അവിടെ നിങ്ങളുടെ ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ സേഫ് സ്പേസിൽ നിന്നുമാണ് ആ ഒരു സർക്കിൾ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ സെൽഫ് വർത്ത് ഒക്കെ ജനറേറ്റ് ആയി വരുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇന്റേണൽ ക്രിറ്റിസിസത്തെ ചാലഞ്ച് ചെയ്യുക, നിങ്ങളുടെ സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ക്രിട്ടിക് ഉണ്ടായിരിക്കുമല്ലോ. ആ ക്രിട്ടിക് എൻ്റെ പാരന്റിനെ പോലെയാണോ എന്നും നിങ്ങൾ പുനഃപരിശോധിക്കുക. എൻ്റെ അച്ഛൻ പെരുമാറിയ പോലെ, അല്ലെങ്കിൽ എൻ്റെ നാർസിസ്റ്റിക് ആയിട്ടുള്ള അച്ഛൻ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള അമ്മ പെരുമാറിയത് പോലെയാണോ, അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്ന പോലെയാണോ, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് പോലെയാണോ എൻ്റെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് പെരുമാറുന്നത് എന്ന് പരിശോധിക്കുക. എൻ്റെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എന്താണ് എന്നോട് പറയുന്നത്, അതേ പാറ്റേണിലുള്ള കാര്യങ്ങളാണോ എൻ്റെ നെഗറ്റീവ് തോട്ട്സ് എന്നോട് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. പണ്ട് നിങ്ങൾക്ക് അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ റെസിപ്രോക്കേറ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ടും കുറേയൊക്കെ നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ ഐഡലൈസ് ചെയ്തുകൊണ്ടും അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നും ആ നെഗറ്റീവ് പാറ്റേൺസ് ആണ് ഈ നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്നും ആ നെഗറ്റീവ് തോട്ട്സ് ഏതൊക്കെയാണെന്നും നമ്മൾ തിരിച്ചറിയുന്നതിലൂടെയാണ് നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം തുടങ്ങുന്നത്. വളരെ കമ്പാഷനോടുകൂടി, കൈൻഡ്നെസ്സോടുകൂടി നിങ്ങൾ കൈൻഡ്നെസ്സും കമ്പാഷനും കൊടുത്തുകൊണ്ട് അത് അർഹിക്കുന്ന മറ്റൊരു പേഴ്സണെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന
പുറത്ത് നിങ്ങളല്ലാതെ കാണുന്ന, അതറിയിക്കുന്ന ഒരു പേഴ്സണ് കൊടുക്കുന്ന അതേ കൺസേണും കെയറും കമ്പാഷനും നിങ്ങൾ തന്നെ കൊടുക്കുക. ഒരു ഇതും വിചാരിക്കേണ്ട. അത് സെൽഫിഷ്നെസ് അല്ല, അത് ഒരിക്കലും നിങ്ങൾ സെൽഫ് ഒബ്സസീവ് ആവുന്നതല്ല. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഒരു മുറിവേറ്റ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആശ്വാസം കൊടുക്കുന്നതാണ്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് കൂടെ പറയാം. ഈ നമുക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം, നമുക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു തുടങ്ങണം. നമുക്ക് വേണ്ടി നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ കോർ റീസൺസ്, എന്തുകൊണ്ടാണ് എനിക്കത് സംഭവിക്കുന്നതെന്ന് റൂട്ട് കോസ് മനസ്സിലാക്കി നമ്മളാണ് സംസാരിക്കേണ്ടത്. അതിന് വേറെ ആരും വന്ന് സംസാരിക്കില്ല, വേറെ ആരും അതിനു വേണ്ടി അത്രയും എഫേർട്ട് എടുക്കില്ല. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ആൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. ആ ആൾ നിങ്ങൾ തന്നെ ആവുക എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് വർത്ത്, സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ തന്നെ ആവുക. നാർസിസത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളതാണ് നാർസിസത്തിന്റെ ഓപ്പോസിറ്റ്. സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ബിൽഡ് ആവുന്നത്? അത് ഇത്തരത്തിൽ നിങ്ങളെ തിരിച്ചറിയുമ്പോഴും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചു തുടങ്ങുമ്പോഴും, സംസാരിച്ചു തുടങ്ങുമ്പോഴുമാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള സെൽഫിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോഴാണ് നിങ്ങളുടെ സ്ട്രെങ്ത്തും കോൺഫിഡൻറ്റും സെൽഫ് വർത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെറ്ററായി കൊണ്ടുവരുന്നത്. പിന്നെ അടുത്ത കാര്യം, പ്രോസസ് യുവർ ഇമോഷൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. എപ്പോഴും നമ്മുടെ ഇമോഷൻസ്, നമ്മൾ സർപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ, ഇത്രയും കാലഘട്ടത്തിൽ ഇവരുടെ കൂടെ വളർന്നു വന്നപ്പോൾ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന ആങ്കർ, ഫ്രസ്ട്രേഷൻ, ആ ഒരു സഫോക്കേഷൻ, ആ ഒരു എന്താ പറയുക, സാഡ്നെസ്, ഇതെല്ലാം പുറത്തു വിടുക. നിങ്ങൾ അനുഭവിക്കുക, നിങ്ങളത് ഫീൽ ചെയ്യുക. ലിറ്ററലി അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്യുക. ആ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു തെറാപ്പിസ്റ്റ് നിങ്ങളെ സഹായിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് പ്രോസസ്സിലൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് അക്നോളജ് ചെയ്യാനുമുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അത്തരത്തിലൊരു തെറാപ്പിസ്റ്റിൻ്റെ, പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്ട്സ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തെറാപ്പിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെ അഞ്ചാമത്തെ കാര്യം, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, അതിന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്? അതിന് ആദ്യം നിങ്ങൾ റെഡ് ഫ്ലാഗ്സ് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പഠിക്കണം. നിങ്ങളുടെ പാരൻസിലുണ്ടായിരുന്ന റെഡ് ഫ്ലാഗ്സ്, അതേ റെഡ് ഫ്ലാഗ്സ് നിങ്ങളിപ്പോൾ വീഡിയോസ് കാണുന്നതിലൂടെ, അവയർനെസ്സിലൂടെ ഇന്നതാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് മനസ്സിലാവുമല്ലോ. അത്തരത്തിൽ എമ്പതി ഇല്ലാത്ത, ഗ്രാൻഡ്യൂസ് ബിഹേവിയർ കാണിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കാത്ത, ഒരു തരത്തിലും നിങ്ങളെ വാലിഡേറ്റ് ചെയ്യാത്ത, ഒരു ജെന്യുയിൻ ആയിട്ടുള്ള ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് തരാത്ത, മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന, ഗിൽട്ട് ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റി നിർത്തുക, കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതിന് പകരം ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, റൈറ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളിലേക്ക് എമ്പത്തറ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ജെന്യുവനായിട്ട് നൽകാൻ കഴിയുന്ന ആൾക്കാരെ കണ്ടെത്തുകയും അത്തരം ആൾക്കാരിൽ നല്ല റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം, റീകണക്ട് വിത്ത് യുവർ ട്രൂ സെൽഫ് എന്ന് പറയുന്ന കാര്യം. നിങ്ങളുടെ ട്രൂ സെൽഫിനെ നിങ്ങൾ റിയലൈസ് ചെയ്യുക, നിങ്ങളുടെ ട്രൂ സെൽഫിലേക്ക് റീകണക്റ്റഡ് ആവുക എന്നുള്ളത്. എല്ലാ കാലത്തും അവർ ഇരുട്ടത്ത് നിർത്തിയിരുന്ന, അവർ നിങ്ങളുടെ നിഴലിലേക്ക് ഒതുക്കിയിരുന്ന നിങ്ങളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളുടെ പാഷൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ കോർ സ്ട്രെങ്ത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ആവാൻ ആയിരുന്നു ആഗ്രഹം, എന്താണ് നിങ്ങളുടെ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്ന കാര്യം, ഇതൊക്കെ അങ്ങ് ചെയ്യുക. ഇതൊക്കെ വളരെ ഫ്രീ ആയിട്ട് അതിലോട്ട് അങ്ങ് ഇൻഡൽജ് ആവുക. എപ്പോഴും നിങ്ങൾ നിഴലിലേക്ക് നിർത്തിയിരുന്ന, നിങ്ങളുടെ ബാക്കിലേക്ക് നിർത്തിയിരുന്ന ആ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക, നിങ്ങളിലേക്ക് കൊണ്ടുവരിക, കണക്ട് ചെയ്ത് നിർത്തുക, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുക. നിങ്ങളുമായിട്ട് എപ്പോഴും നമ്മളുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെയാണ്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഊർജവും ധൈര്യവും, അല്ലെങ്കിൽ അത് നൽകുന്ന കോൺഫിഡൻസും ഒന്നും മറ്റൊന്നിനും നൽകാനായിട്ട് കഴിയില്ല. എപ്പോഴും ഹീലിംഗ് ആബ്സല്യൂട്ട്ലി പോസിബിൾ ആണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരു കാര്യമാണ്. ഈ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ലിറ്ററലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോകെ.
തീർച്ചയായിട്ടും ഇതിൽ നിന്ന് റിക്കവറി സാധ്യമാണ്. റിക്കവറി നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. വളരെ നന്നായിട്ട് ഇതിൽ നിന്നൊക്കെ റിക്കവറായി വന്നുകൊണ്ട് ഫീഡ്ബാക്സ് തരുന്ന ഒരുപാട് പേരുണ്ട്. എത്രയോ വർഷം ഇത് അനുഭവിച്ച, ജനിച്ച നാൾ മുതൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ റിക്കവറിയിലേക്ക് വന്നിട്ട് ഇപ്പോഴവരനുഭവിക്കുന്ന ഫ്രീഡവും, ഇപ്പോഴവരനുഭവിക്കുന്ന ആ ഒരു സ്വന്തം സെൽഫിലുള്ള ഒരു ഗ്രിപ്പ്, ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വേറെ ഒരു ലെവൽ ഫീലിംഗ് തന്നെ ആയിരിക്കും ഒരു നാർസിസ്റ്റിക് വിക്ടിമിനെ അല്ലെങ്കിൽ നാർസിസ്റ്റിക് പാരൻസിന്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അഡൾട്ടായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് നമുക്ക് ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംവദിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വരുന്നു കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്റ്റെപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്കത് ഡിസ്കസ് ചെയ്യാം, പ്രത്യേകം വീഡിയോകളിലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.